ഏ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. അദ്ദേഹം വിഷെടുത്തു, ത്യാഗരാജനല്ലേ, അദ്ദേഹം അങ്ങോട്ട് കുടിച്ച സമയത്ത് ഓർത്തത്, അയ്യോ തൻ്റെ കുക്ഷിയിലുണ്ടല്ലോ ജീവജാലങ്ങൾ, അവിടെ നിൽക്കട്ടെ, എവിടെ എത്തിച്ചാൽ അവിടെ നിൽക്കട്ടെ. അത് കഴുത്തിൽ ഉരുണ്ടുകൂടി അങ്ങനെ നിറം മാറി, കഴുത്തിന് മാത്രം നീലകണ്ഠൻ എന്നൊരു പേര് കിട്ടി. ഒരു നീല നെക്ലേസ്, കൃഷ്ണന് കൗസ്തുഭമുള്ളതുപോലെ ശിവന് ഒരു നെക്ലേസ് പ്രകൃതി കൊടുത്തു. ശിവനായിട്ട് എന്തായാലും വാങ്ങില്ല, അദ്ദേഹത്തിന് അങ്ങനെ ആഡംബരപ്രിയനല്ല. അപ്പോൾ അതുകൊണ്ട് പ്രകൃതി തന്നെ ഒന്ന് കൊടുത്തു. അതാണ് ആ ഭഗവാന്റെ അലങ്കാരം. 2 പേര് കിട്ടി, ഒന്ന് ത്യാഗരാജൻ, ഒന്ന് നീലകണ്ഠൻ. അന്നത്തെ രാത്രി എല്ലാവരും ശിവശിവ എന്ന് ജപിച്ചിരുന്നു എന്നാണ്. അതാണ് ശിവരാത്രി, മംഗളമായ രാത്രി. ശിവനെ ചിന്തിച്ചിരിക്കുന്ന രാത്രിയാണെന്ത്? ആണ് മംഗളമായ രാത്രി. ആരാ ശിവൻ? തൻ്റെ ഉള്ളിലുള്ള ശിവനെ ചിന്തിച്ചിരിക്കുന്ന ആ രാത്രിയാണ് മംഗളമായ രാത്രി എന്നർത്ഥം. വീണ്ടും കടഞ്ഞപ്പം 8 വിശിഷ്ട വസ്തുക്കളൊക്കെ ഉണ്ടായി. ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തർ സ്വീകരിച്ചു. ഉച്ചൈശ്രവസുണ്ടായി, പാരിജാതം ഉണ്ടായി. ഉച്ചൈശ്രവസനെ അസുരന്മാർ സ്വീകരിച്ചു, പാരിജാതം ദേവന്മാർ സ്വീകരിച്ചു, അപ്സരസ്ത്രീകളെ ദേവന്മാർ സ്വീകരിച്ചു, കൗസ്തുഭം ഭഗവാൻ സ്വീകരിച്ചു. പിന്നെയാണ് 8ാമത്തെ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ 8ാമത്തെ വസ്തുവായി ആരുണ്ടായി? 8ൻ്റെ പണി തരുന്ന ലക്ഷ്മി ദേവി പൊന്തി വന്നു. അത് 8ആണ്, രക്ഷപ്പെടാൻ സാധിക്കില്ല. വലിയ വലിയ യോഗിമാർ പോലും നൂനം ഭഗവതോമായ യോഗിനാമപി മോഹിനി, ആ ഭഗവാന്റെ മായയിൽ പെട്ടുപോകില്ല. ഇനിയിപ്പോൾ പരമശിവൻ ലേശമൊന്ന് പെടുന്നത് പോലെ ഒന്ന് കാണിച്ചൊന്ന് നമുക്ക് വേണ്ടിയിട്ട്, ഞാൻ തന്നെ പെട്ടു, ഇനി നിങ്ങളിനി പെടില്ല വിചാരിച്ച് നടക്കൊന്നും വേണ്ട, മാറി നിന്നോളൂ, ഭഗവാനെ ആശ്രയിച്ചോളൂ എന്ന് ഇനി പരമശിവൻ കാണിച്ചു തരികയാണ്. ആ ലക്ഷ്മീദേവി പൊന്തി വന്നപ്പോഴേക്കും എല്ലാവരും ലക്ഷ്യം മറന്നു. അമൃതാണ് ലക്ഷ്യമെങ്കിൽ ഇപ്പം അവർക്ക് എന്ത് മതി? ലക്ഷ്മി മതി. ഭാഗവതാണ് ലക്ഷ്യമെങ്കിൽ ഇപ്പം എന്ത് മതി? കാശ് മതി എന്നായി. മറന്നുപോയി. അമൃത് മുഖ്യമല്ലാതെയായി മാറുകയാണ്. തൽക്കാലം വരുന്ന നേട്ടം മതി, അധികാരം മതി, പണം മതി, പ്രശസ്തി മതി എന്ന് വിചാരിച്ച് മോക്ഷത്തെ തള്ളിക്കളയുക. അതാണ്ടായത്. വരുണം പോയി വൈജയന്തി മാല കൊടുത്തു, ഇന്ദ്രൻ പോയി നല്ലൊരു കസേര കൊടുത്തു. ആ മാല വാങ്ങി നല്ലൊരാളെ സ്വീകരിക്കണം. ആരെ സ്വീകരിക്കും? നല്ലോണം നോക്കി. എല്ലാവർക്കും ഒരു ദോഷം തന്നെ വേണം എന്നുള്ള ദോഷം എല്ലാവർക്കും ഉണ്ട്. എന്താണ്? അതെല്ലാവർക്കും ഉണ്ട്. അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? തന്നെ ആശ്രയിക്കാണ്ടിരിക്കുന്ന ഒരാളുണ്ടോ? ഉണ്ട്. അയാൾ ആരെയും ആശ്രയിക്കുന്നില്ല. എല്ലാവരും അയാളെയാണ് അറിഞ്ഞാലും അറിയാണ്ടായാലും ആശ്രയിക്കുന്നത്. എന്താണ്? അറിഞ്ഞായാലും അറിയാണ്ടായാലും നമ്മളൊക്കെ ആശ്രയിക്കുന്നത് ആരെ തന്നെയാണ്? ആ ഭഗവാനെയാണ്. രമാമുകുന്ദം നിരപേക്ഷം ഈപ്സിതം. ഒന്നിനെ ആശ്രയിക്കാതെ, ലക്ഷ്മിയെ നോക്കാതെ, ആ കടലിലേക്ക് കാലും വെച്ച് പിന്നോക്കം കൈയും കൊടുത്ത് കാറ്റും കൊണ്ട് വിശ്രമിക്കുന്ന ആ വിഷ്ണു ഭഗവാനെ ആര് കണ്ടു? ലക്ഷ്മി ദേവി കണ്ടു. അദ്ദേഹത്തെ ആശ്രയിച്ചാൽ അദ്ദേഹത്തെ പോലെ എനിക്കും ശാന്തമായിട്ടിരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ആ മാലയായിട്ട് ഓടി കഴുത്തിൽ മാലട്ടു. ഭഗവാൻ തിരിഞ്ഞു നോക്കിയപ്പം ലക്ഷ്മി ദേവി. ഇത്രയും പേരെ കണ്ടിട്ടും അവരെയൊക്കെ ഒഴിവാക്കി എന്നെ സ്വീകരിച്ച ഇവളെ എവിടെ താൻ ഇരുത്തുക? ഹൃദയത്തിലൊരു സ്ഥാനം കൊടുത്തു എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, ഐശ്വര്യങ്ങൾക്ക് പിന്നാലെ ഓടണ്ട കേട്ടോ. ദേവന്മാർ, അസുരന്മാർ, ഋഷിമാരൊക്കെ നോക്കിയൊന്നും കിട്ടിയില്ല. ആർക്ക് കിട്ടി? ആ ഭഗവാന് കിട്ടി. തിരിഞ്ഞു നിന്ന ഭഗവാന്. അതുകൊണ്ട് തിരിഞ്ഞു നിൽക്കൂ. തിരിഞ്ഞു നിന്നാൽ പിന്നാലെ ആര് വരും? ലക്ഷ്മി വരും. നിഴലിൻ വഴി പൈതൽ പോലെ ഉഴല ഭോഗമിരന്നു ഞാനിനി ഐശ്വര്യങ്ങളുടെ പിന്നാലെ പോവില്ല, ഭാഗവത്തിൻ്റെ പിന്നാലെ മാത്രമേ പോവുള്ളൂ. ആ ഭാഗവത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്നാലെ ആര് വരും? ലക്ഷ്മി വരും. കാരണം ലക്ഷ്മിക്ക് പ്രധാന ആരാ? ഭഗവാനാണ്. ഭഗവാനെയും കൊണ്ട് നമ്മൾ പോയാൽ നമ്മുടെ പിന്നാലെ ആര് വരും? പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഇതുണ്ടല്ലോ കയ്യിൽ. കൃഷ്ണനെ നമ്മൾ കൊണ്ടുപോയാൽ ആര് പിന്നാലെ വരും? ലക്ഷ്മി പിന്നാലെ വന്നോളും. അതിൻ്റെ കാര്യം നമുക്ക് പിന്നെയും പേടിയാണ്, വയറ് നിറയുമെന്നുള്ള പേടിയാണ്. ഭാഗവതക്കാരെ പോലെ തിന്നണ ആരാളുള്ളത് ലോകത്ത്? അല്ല, അത് ഒന്ന് ആലോചിച്ച് നോക്കുക. എവിടെയൊക്കെ പോയി എന്തൊക്കെ വിഭവങ്ങൾ നമ്മൾ കഴിക്കാത്തൊരു വെജിറ്റേറിയൻ്റെ കാര്യം, മറ്റത് നമുക്ക് ഇഷ്ടമല്ലേ, അതല്ല. നമ്മൾ കഴിക്കാത്തൊരു പലഹാരം ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഇത്ര സൗകര്യത്തിൽ കഴിയുന്ന ആരാ ഉള്ളത്? പക്ഷെ മോഹിക്കരുത്. മോഹിക്കാണ്ടിരുന്നാൽ വന്നോളും. ഭഗവാനെ കയ്യിൽ പിടിക്കൂ, സുഖമായിട്ട് കഴിയുക, അത്രേ പറയണുള്ളൂ. അതാണ് ഈ കഥ കാണിച്ചു തരുന്നത്. ഏതായാലും വീണ്ടും കടഞ്ഞു. വാരുണി ദേവി പൊന്തി വന്നു മദ്യം. അതിനെ അസുരന്മാരെ സ്വീകരിച്ചു. വീണ്ടും കടഞ്ഞപ്പം ധന്വന്തരി മൂർത്തി അമൃതകലശവുമായി പൊന്തി വന്നു. ദേവന്മാർക്ക് അശ്രദ്ധ. നേരത്തെ നല്ല ശ്രദ്ധയായിരുന്നു ലക്ഷ്മി വന്നപ്പം, പക്ഷേ ഇപ്പം ശ്രദ്ധിച്ചില്ല. എന്ത് പറ്റി? അസുരന്മാർ ശ്രദ്ധിച്ചു. അവരാ അമൃത് തട്ടിക്കൊണ്ടുപോയാലും കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്താ കാരണം? ദൈവം ചൈവാത്ര പഞ്ചമം. 5ാമത്തൊരു ഘടകം ഉണ്ടല്ലോ, ഈശ്വരാധീനം. അത് വേണ്ടേ? കയ്യിൽ കിട്ടിയാലും കാര്യമില്ല. പേപ്പറൊക്കെ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എഴുതാൻ പുറപ്പെട്ടപ്പോൾ തലചുറ്റി വീണു.
ദൈവം ചൈവാത്ര പഞ്ചമം. എത്രയോ കേമന്മാർ പറയാറുണ്ട്, കഴിവ് കൊണ്ടൊന്നല്ല കേട്ടോ എന്നാണ്. എന്താണ് കഴിവ് നോക്കുകയാണെന്ന് വെച്ചാൽ എന്നെക്കാളൊക്കെ കഴിവുള്ള എത്രയോ പേരുണ്ട് എന്നാണ്. പക്ഷെ ഞാൻ ഈ ഒരു പദവിയിലെത്തിയത് കാരുണ്യം കൊണ്ടാണ്. ചോദിച്ചു നോക്കൂ, കേമന്മാരോട് ചോദിക്കൂ, വലിയ വലിയ കേമന്മാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഏത് മേഖലയാണ്, ഇപ്പോൾ നല്ല അഭിനയം, രജനീകാന്തിനോട് ചോദിക്കൂ എങ്ങനെയായി, ഇപ്പോൾ അദ്ദേഹം പറയും കടവുൾ. മോഹൻലാലിനോട് ചോദിക്കൂ എങ്ങനെ അഭിനയിക്കണത്, അത് സംഭവിക്കുകയാണ്. എന്താണ് അത് ഭഗവാൻ, അതാണ്, അത്രയേ ഉള്ളൂ. അത് ഭഗവാൻ്റെ എന്നേ പറയുള്ളൂ. അല്ലാണ്ട് അവരാരെന്ത് നമ്മളോട് ചോദിച്ചാലോ ഭാഗവതം വായിക്കണത് ഞാൻ ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ട് അതാ നേരെയാവാത്തത് തന്നെ.